നമസ്കാരം പ്രിയപ്പെട്ടവരെ. 4 സംസ്ഥാനങ്ങളിലാണ് ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ. 3 സംസ്ഥാനങ്ങളിലും അവരവരുടെ മുഖ്യമന്ത്രികളെ തീരുമാനിച്ചു, മറ്റ് മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ചു. ഇപ്പൊ തമിഴ്നാട് TVK തമിഴ് വെട്രിക്കഴകം. സത്യത്തിൽ വിജയെപ്പോലുള്ള ആളുകളൊക്കെ കണ്ടുപഠിക്കണം ഇവിടുത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ. കേരളത്തിലെ ജനങ്ങൾ 102 സീറ്റുകളിലാണ് ഇവിടുത്തെ UDF വിജയിപ്പിച്ചത്. അത് ഒരു ഭരണമാറ്റം ഉണ്ടാകണം, ഇവിടെ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ച് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് കേരളം ഒന്നടങ്കം UDF പിന്തുണച്ചത്. 10 ദിവസം അടുക്കുമ്പോഴും കേരളത്തിൽ UDF ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ ഈ നെറുവുകെട്ട കളി കൊണ്ട്, ഈ ഗ്രൂപ്പ് കളി കൊണ്ട് അവർക്ക് തീരുമാനിക്കാനായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ച് വിജയിപ്പിച്ചപ്പോൾ ആ ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന നെറുവുകെട്ട ഒരു തരം താഴ്ന്ന പരിപാടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്താണെങ്കിലും ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന 2-3 വിഴുപ്പ് പാണ്ഡങ്ങളുണ്ട്. ആരധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല, അവൻ്റെയൊക്കെ കാല് തൊട്ട് എവിടം വരെ നക്കാവോ അവിടം വരെ നക്കി അവൻ്റെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2-3 മരക്കഴുതകളുണ്ടല്ലോ. ഞാനത് പേരെടുത്ത് പറയേണ്ട, ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. UDF ഏറ്റവും കരുത്തായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കരുത്, മുസ്ലിം ലീഗിന് വ്യവസായം കൊടുക്കരുത്, മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു വരുന്ന ചില മതം തലക്ക് പിടിച്ചിട്ടുള്ള വൃത്തികെട്ട ഓളികളുണ്ടല്ലോ. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നീക്കൊന്ന് ചുമ്മാങ്കിലും ഒന്നിരുന്ന് ചിന്തിക്കണം. അവർ ഈ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗ് വിജയിപ്പിച്ചിട്ടുള്ള ഒരു MLA ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ അതാരും മറന്നു പോരുത്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് വിജയിച്ചിട്ടുള്ളൊരു MLA ആണ്. അതുപോലെ മാത്യു കുഴിനാടൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പുതിയ MLA മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വോട്ട് കൊണ്ടാണ് ആ വേട്ടാവളിയനും ജയിച്ചത്. അപ്പം ഈ പാലം കടക്കുവോളം നാരായണ, അത് കഴിയുമ്പോൾ പിന്നെ കൂരായണ, അങ്ങനെ എന്താണ്ടാണല്ലോ അല്ലേ പറയുന്നത്. ഇതാണ് ഇവൻ്റെയൊക്കെ കയ്യിലിരിക്കുന്നത്. ഇപ്പം മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം എന്താ, 102 സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. അതായത് 63 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. നേരെ മറിച്ച് ലീഗ് ഒരു പ്രധാന ഘടകമായിരുന്നുണ്ടെങ്കിൽ ഈ വേട്ടാവളിയന്മാർ ആരെങ്കിലും വാതുറക്കുമായിരുന്നു. അപ്പം ലീഗ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കണ്ണിൽ എന്ത് വലിയ പ്രശ്നമാണ്. കാരണം ഇവർ ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാനാക്കാൻ ശ്രമിച്ചിട്ടുള്ള അവരുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നാണ് ഈ ചെറ്റകൾ ഇപ്പോഴും കടന്നുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പട്ടി കുരയ്ക്കുന്ന പോലെയാണ് ഈ വൃത്തികെട്ട ഓളികൾ വന്നിട്ട് ഇവർക്കെതിരെ ഇങ്ങനെ 40 വട്ടം പച്ച വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിച്ച, ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതിന് വിപരീത ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. PD സജീവനായ എനിക്ക് എൻ്റെ ചുക്കാണ്, എൻ്റെ രോമത്തിലൊടുവാണ്. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പോകും. ആരായാലും എനിക്കൊരു ചുക്കുമില്ല. അതൊക്കെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവർ തീരുമാനിച്ചോളൂ. അവരുടെ കൊച്ച് അവരുടെ കുളം, ആ കുളത്തിൽ വേണം ആര് ചത്താലും എനിക്കൊരു ചുക്കുമില്ല. ഇപ്പോൾ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാണ്? ലീഗാണ്. അപ്പം ലീഗ് കാളി കടിക്കണ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ കാളി കടിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ തന്നെ PR വർക്ക് നടത്തിക്കൊണ്ട് ഇവിടെ മുഴുവൻ ഇപ്പോൾ പ്രതിഷേധം ഇത് കണാമണാക്ക നടത്തി കൊണ്ടിരിക്കുകയല്ലേ. ഇതാണോ കോൺഗ്രസ്? ഇതിനാണോ കോൺഗ്രസ് തിരഞ്ഞെടുത്തത്? 3 പേരിപ്പോൾ മത്സരിക്കണം. എന്തിനു മത്സരിക്കണം? അവർ ഹൈക്കമാൻഡ് പറയണ കേൾക്കണ്ടേ? അതല്ല, ഹൈക്കമാൻഡ് പറയണ ഇന്നതായിരിക്കണമെന്ന് കൽപ്പിക്കണമെന്നവരെ ലീഗായി മാറിയെങ്കിൽ ആ കൽപ്പിക്കുന്ന ആളുകൾ അതാണ് നടപ്പാക്കുന്നതെങ്കിൽ ആ നേതാവ് ആരായാലും ആ കൽപ്പിക്കുന്നവർക്ക് വിധേയനാകുമെങ്കിൽ തെറ്റു പറയാനൊക്കെ. പിന്നെ സതീശൻ SNDPക്കിട്ട് ഒരു ചുക്കും ചെയ്യാനില്ല. ഞങ്ങളെ സമുദായ സംഘടനയാണ്. ഇങ്ങനെ ഇതൊക്കെ മുമ്പ് പലരും വന്ന് പലതും നോക്കിയിട്ടുണ്ട്. ഒരു ചുക്ക് നിങ്ങൾ നോക്കുന്നത് ഇന്നിപ്പോൾ സമ്മേളനം നടക്കേണ്ടത് കേരളത്തിലുള്ള എല്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും കോൺഫറൻസിന് അവിടെ നടക്കാൻ പോണത്. ഏക അഭിപ്രായത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും, ഏക അഭിപ്രായം തീരുമാനിക്കും. ഇവിടെ ഭരണത്തിൽ SNDP എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും പലരോട് വന്നിട്ടുണ്ട്. ആര് വന്നും പോയാലും ഒരു ചുക്കുമില്ല. ഞങ്ങളുടെ നയമായിട്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല, ആരോടും വിധേയത്വമില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സെവിടെ ആയിരിക്കും നമുക്ക് മനസ്സിലാകണേ. ഒന്നുമില്ലാതൊരു അഭിപ്രായം പറഞ്ഞ മാത്യു കുഴിക്കാടിൻ്റെ പിടല് വെട്ടിയില്ലേ നിങ്ങൾ?
ഇപ്പോഴേ വിടൽ വിട്ടുന്നതാണ് ഭരണം വന്ന് കുറച്ച് നാൾ കഴിഞ്ഞാൽ എത്ര പേരുടെ വിടൽ വിട്ടുവിടുക? എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു MLA ആണ്, പ്രഗത്ഭനായ ഒരു MLA, അതും അവരുടെ ഭരണപക്ഷിയിൽപ്പെട്ട ഒരു MLA. പ്രഗത്ഭനായ ഒരു MLA മാത്രമല്ല, നല്ല ഒന്നാന്തരം മിടുമിടുക്കനായ ഒരു അഡ്വക്കേറ്റ്, വളരെ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന് പോലും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ ഇതാണ് സ്ഥിതി എന്നൊരു സൂചനയല്ലേ? പെടൽ വെച്ച് പുല്ലിൻ്റെ പുറത്ത് വെച്ച് തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ജനാധിപത്യമാണ് കൊണ്ടുനടക്കാൻ പോണ മതാധിപത്യമാണോ? അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ന് ഞാൻ ആരെ ആക്കാനും ആരെ ആകരുതെന്നും പറയാം. ഞാൻ ആരുമല്ല. നിങ്ങൾ വെറുതെ ട്വിസ്റ്റ് ചെയ്ത് നാളെ ഇത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ സാധിക്കും. VD സതീശനായ എനിക്ക് എൻ്റെ ചുക്കാണ്, എൻ്റെ രോമത്തിലൊടുവാണ്. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പോകും. ആരായാലും എനിക്കൊരു ചുക്കുമില്ല. അതൊക്കെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവർ തീരുമാനിച്ചോളൂ. അവരുടെ കൊച്ച് അവരുടെ കുളം, ആ കുളത്തിൽ വേണം ആര് ചത്താലും എനിക്കൊരു ചുക്കുമില്ല. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ എനിക്കൊരു ചുക്കൂല, എൻ്റെ രോമത്തിൽ പോലും തൊടത്തില്ല. കാരണം ഞാൻ സമുദായ നേതാവാണല്ലോ. ഈ സമുദായത്തെ വെച്ചിട്ടാണല്ലോ ഈ വേതാളം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ സമുദായത്തിൻ്റെ പിൻബലം ഉണ്ട് എന്നുള്ള ഒരു ഹുങ്ക് കൊണ്ട് ഇവിടുത്തെ മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറാനായിട്ടുള്ള ലൈസൻസ് അല്ല എന്നുകൂടെ താനൊന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. മുസ്ലിം ലീഗ് തൻ്റെ നെഞ്ചത്ത് എവിടെയെങ്കിലും കയറാൻ വന്നോ? മുസ്ലിം ലീഗ് മറ്റുള്ള ആരുടെയെങ്കിലും നെഞ്ചത്തോട്ട് കയറാൻ പോയോ? ഈ സ്വന്തം സമുദായ സ്നേഹം പറയുന്ന താൻ സമുദായത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്കൊരു കിടപ്പാടം വെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇപ്പം വയനാട് ചൂരൽമലയിൽ എത്രയോ ആളുകൾക്ക് വീടും അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു. അവർക്കൊരു 10 പൈസയുടെ സഹായം ചെയ്യാൻ ഈ പറയുന്ന സമുദായ സ്നേഹം പറയുന്ന അല്ലെങ്കിൽ ഈ സമുദായ സ്നേഹം വിളമ്പ് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പുല്ലും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് അപ്പനും മകനും മാറി മാറി വരുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും കാലും ആസനവും താങ്ങി ഇവർക്ക് കിട്ടാവുന്നതും അവർക്ക് ഉണ്ടാക്കാവുന്നതും മൊത്തം നേടിയെടുത്തിട്ട് വന്നിരുന്നുകൊണ്ട് ഊളത്തരവാണ് ഈ വേട്ടാവളിയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇയാൾക്ക് പറ്റിയ ഒരു മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് നമുക്കറിയാം. ഒന്നില്ലെങ്കിൽ ചെന്നിത്തല വരണം, അല്ലെങ്കിൽ KC വരണം. വന്നു കഴിഞ്ഞാൽ ഇയാളുടെ കാര്യങ്ങളൊക്കെ അയാൾ നൈസായിട്ട് അങ്ങ് ചെയ്തെടുത്തോളും. സതീശൻ വന്നു കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല എന്നുള്ളത് ഇയാൾക്ക് 100 വട്ടം അറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സതീശനാകാതിരിക്കാൻ വേണ്ടി പലരും പല രീതിയിലുള്ള ചരടുവലികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ട് അവരുടെ ഒരു ഭാഗമായിട്ട് പോകുന്നതിന് അവരുടെ ഒരു മെയിൻ ഘടകകക്ഷിയാണ്. മാത്യു കുഴുനാടൻ പറഞ്ഞതിനുള്ള മറുപടി അവർ കൊടുക്കുമ്പോൾ ഇതിനകത്ത് വിരളി പോവുക, ചൊറിച്ചിലെടുക്കുക, ഊത്തലെടുക്കേണ്ട കാര്യമില്ല. തെണ്ടിത്തരം ആര് പറഞ്ഞാലും അതിന് തിരിച്ചു മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനമേ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും സീറ്റ് കൊടുത്തിട്ടും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഗ്രൂപ്പിസം ഇവരില്ലാതാക്കിയില്ല എന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത കേരളം എന്നും ഇവിടുത്തെ ജനം വിധി എഴുതുന്ന ഒരു കാലം അത് വിദൂരമല്ല എന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമുക്ക് ഇതിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.